പേജ് നമ്പർ 112 ചോദ്യങ്ങളോടെ നമുക്കൊന്ന് ചെയ്തേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 25,000 rupees deposited in a bank earn 2,000 rupees as interest in a year. What is the interest percentage? നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഉണ്ട്, നമുക്ക് ഡിസ്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ നിന്ന് ലഭ്യമായ ഇൻട്രസ്റ്റ് തുകയും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ എത്ര റേറ്റാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഡിപ്പോസിറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഇനി ഇൻട്രസ്റ്റ്, അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,000 രൂപയാണ്. എങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് ഓരോ 100 രൂപയ്ക്കും അയാൾക്ക് ലഭിച്ച തുകയാണ് 2,000 രൂപ. മനസ്സിലായില്ലേ? ഓരോ 100 രൂപയ്ക്കും ഒരു വർഷം കൊണ്ട് അയാൾക്ക് ലഭിച്ച തുകയാണ് 2,000 രൂപ എങ്കിൽ 25,000-നകത്ത് എത്ര 100 രൂപ ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. 25,000 രൂപയ്ക്കകത്തുള്ള ഹൺഡ്രഡ്സിൻ്റെ എണ്ണം എത്രയാണ്? എത്ര വരും? 250 ഹൺഡ്രഡ്സ് ഉണ്ട് അതിനകത്തല്ലേ. 250 ടൈംസ് 100 എവിടെയുണ്ട്? 25,000-നകത്തുണ്ട്. അപ്പോൾ നമ്മൾ 2,000-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2,000-നെ എത്ര എന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് 2,000 ഡിവൈഡഡ് ബൈ 250 ചെയ്താൽ പോരെ. സോ 0 കട്ട് ചെയ്തു. 200-നകത്ത് 25, 100-നകത്ത് 4 തവണ 200-നകത്ത് 8%. അപ്പോൾ പെർസെൻറ്റേജ് കൂട്ടിയിടുക കേട്ടോ. 8% പലിശ നിരക്ക്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഫോർ ബുക്സ് വർത്ത് 480 rupees എ ഷോപ്പ് ഗേവ് 72 rupees ആസ് ഡിസ്കൗണ്ട്. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? ഒരു ബുക്കിൻ്റെ വില 480 രൂപയാണ്. ഷോപ്പ് എന്ത് കൊടുക്കുന്നു? 72 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുവെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്ര എന്നാണ് അറിയേണ്ടത്. ഇവിടെ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 480 രൂപയാണ്. ഡിസ്കൗണ്ട് എത്ര അയാൾക്ക് ലഭിക്കുന്നത്? 72 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നതെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 480-നകത്തുള്ള 100കളുടെ എണ്ണം നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 100കളായിട്ട് കൺസിഡർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാമെന്നറിയോ? ഈ 480 രൂപയെ 48,000 പൈസയാക്കും മാറ്റുക കേട്ടോ. മനസ്സിലായി? 48,000 എന്നാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു മിനിറ്റ്. 480 rupees ഡിസ്കൗണ്ട് റേറ്റിനെ നമുക്ക് 7,200 പൈസ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് കണ്ടെത്താൻ വേണ്ടി ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താണ്? 7,200 ഡിവൈഡഡ് ബൈ 480 ചെയ്താൽ മതിയോ. നമ്മളിത് കട്ട് ചെയ്തു. ഇനി 720 ഡിവൈഡഡ് ബൈ 48 ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിവിഷൻ പാടാണെങ്കിൽ ഇതിൻ്റെ പകുതി എഴുതി പോയാൽ മതി. 77ൻ്റെ പകുതി 3, പിന്നെ ഒരു 1 ബാക്കി വരും. 12ൻ്റെ പകുതി 6, 360 വരും. 4ൻ്റെ 8ൻ്റെ പകുതി എഴുതുമ്പോൾ 24 വരും. ഇത് 36ൻ്റെ 180, 12 വരും. വീണ്ടും ചെറുതാക്കുമ്പോൾ 90/6 വരും. വീണ്ടും ചെറുതാക്കുമ്പോൾ 45/3 വരും. വീണ്ടും ചെറുതാക്കുമ്പോൾ അത് 15 എന്നാവും. സോ 15% എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ചെറിയ എമൗണ്ടുകൾ വരുമ്പോൾ നമുക്കതിനെ 100 രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മളതിനെ എന്താക്കുക? പൈസയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് ഡിവൈഡ് ചെയ്താൽ മതി. ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നമ്മൾ പരമ്പരാഗതമായി പഠിച്ച ചില മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് ഒക്കെ കണ്ടെത്താൻ. അതൊക്കെ എനിക്ക് തോന്നിയതിനേക്കാൾ കുറച്ചുകൂടി സ്റ്റെപ്പ് വൈസ് കുറവാണ്. നമുക്കത് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ അടുത്ത ടൈമിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് അതുണ്ടാവും. അപ്പോൾ ഇത് പുതിയ പുസ്തകത്തിൽ പുതിയ രീതിയിൽ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കേട്ടോ. എന്നാലും രസമായിട്ട് പഠിച്ചാൽ അത് രസം തന്നെയാണ്. Third question, a mobile phone manufacturer sells all the previous year's model at a fixed discount. A phone which cost 45,000 rupees earlier is now sold for 37,800 rupees. What is the discount percentage? ഒരാൾ അയാളുടെ കടയിലുള്ള എല്ലാ തരം ഫോണുകളും വില കുറച്ച് കൊടുക്കാൻ എത്രയോ രൂപ ഡിസ്കൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആക്ച്വലി അയാളൊരു ഫോണ് 45,000 രൂപയുള്ള വിലയുള്ളൊരു ഫോണിനെ അയാൾ ഈ പ്രാവശ്യം വിറ്റത് 37,800 rupeesനാണ് എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻ്റ് എന്നാണ് ചോദ്യം. ഇവിടെ പ്രൈസ് ഓഫ് ഫോൺ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 45,000 ആണ് ഒരു മൊബൈൽ ഫോണിൻ്റെ വില.
ഡിസ്കൗണ്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 37,800 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം 37,800 ഡിവൈഡഡ് ബൈ 45,000. ഓക്കെ, അപ്പോൾ ഈ എന്ത് ചെയ്യണതിന് നമ്മൾ ഇൻറ്റു 100 കൂടെ ചെയ്ത് നമ്മളതിനെ എന്ത് ചെയ്യുക? പൈസയാക്കി മാറ്റുന്നു. ഇനി നമ്മൾ ഈ സീറോസ് എല്ലാം കട്ട് ചെയ്തു. ഈ ഒരു സീറോയും കട്ടായി. 3780 ഡിവൈഡഡ് ബൈ 45 വരും. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.4% എന്നാണ്. സോ ഡിസ്കൗണ്ട് റേറ്റ് ഈക്വൽ ടു 8.4%. സോ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ.